ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് കൽക്കട്ടയിലാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ട്രാവലായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിസിറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വിക്ടോറിയ മെമ്മോറിയലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഇന്ന് ഇവിടെ മൊത്തം കറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡോക്യുമെൻ്റ് ചെയ്യാന്ന് വെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ബ്ലോഗിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കരുതുന്ന ഇതെനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ ആർക്കിടെക്ചർ പരമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇവർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഞാൻ എന്തായാലും കരുതുന്നത് ഡോക്യുമെന്റ് ചെയ്യണം. എന്തായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. ട്രൈപോഡ് നമ്മളെ അകത്തേക്ക് എൻ്റർ ചെയ്തില്ല. നമുക്ക് ഇങ്ങനെ വ്ലോഗ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വ്ലോഗ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡാണ്, പക്ഷെ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ പുറത്തുനിന്നുള്ള വ്യൂ. പിന്നെ അത്യാവശ്യം വിസിറ്റേഴ്സും ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇതായിട്ട് തന്നെ അവിടെ പറഞ്ഞത് അകത്തേക്ക് എൻട്രി ഇല്ല, അവിടെ ഡിറ്റക്ടർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി അകത്തേക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ഓരോ ടൂറിസ്റ്റ് പ്ലേസിൽ വരുമ്പോഴും ഓരോരുത്തർക്ക് ഓരോ റൂൾസ് ആണ്. അപ്പോൾ നമ്മളത് ഫോളോ എന്തായാലും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യൂ. ബാക്കി അകത്തോട്ട് നമുക്ക് കാണാം. ഇവിടെ ആക്ച്വലി തന്നെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ജസ്റ്റ് റൗണ്ട് അടിച്ചു. എനിക്ക് അധികം കാണാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ക്ലോസിങ് ടൈം ആണ്. അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് എന്തായാലും ഫുള്ളൊന്ന് കറങ്ങി കാണാം. അപ്പം അതിൻ്റെ കൂടെ ഡോക്യുമെന്റും കൂടെ ചെയ്യാന്ന് വെച്ചു. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട്, സ്ട്രക്ചർ ഉണ്ട്. ഇതാണ്ടോ വ്യൂ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വിക്ടോറിയ മെമ്മോറിയലിന്റെ. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. അടിപൊളിയാണോ? നേരിട്ട് കാണാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് എന്തായാലും എൻട്രി അകത്തേക്ക് എന്തായാലും പോവാം. അപ്പോ ഇതാണ് നമ്മുടെ എൻട്രി. അപ്പൊ ഞാൻ ഉള്ളിലേക്ക് കയറിട്ടോ. ഉള്ളിലേക്ക് കയറിയായിരുന്നു. അതോ ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ ഒരു വ്യൂ. ഇവിടെ ഇങ്ങനെ കുറെ ഇതിന്റെ കൺസ്ട്രക്ഷന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡേറ്റ് 1970 ഇതിന്റെ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. एक ही का दो चेक करें. ഇവിടെ ഇങ്ങനൊരു സ്റ്റാച്ചു ഉണ്ട്. പെയിന്റിങ് നോക്കി, പെയിന്റിങ് അടിപൊളിയല്ലേ? പെയിന്റിങ് ആട്ടോ. ഇതിന്റെ സീലിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് ആട്ടോ. നോക്കി സീലിങ്ങിന്റെ ഹൈറ്റ് നോക്കി. നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, പക്ഷേ സീലിംഗ് ഭയങ്കര ഹൈറ്റാ. ഇപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ ട്രാക്കിനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അകത്തേക്ക് പോയിട്ടില്ല. അകത്തേക്ക് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. ഇവിടെ ഇതിന്റെ സ്ട്രക്ചർ നോക്കി. അന്നത്തെ കാലത്ത് ഇത് ഇങ്ങനെ പണിത് വെക്കണമെങ്കിൽ ഇതിന്റെ ഇതാണ് ഔട്ട്പുട്ട്. ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിക്ടോറിയ മെമ്മോറിയലിന്റെ കംപ്ലീറ്റ് ഇതാണ് മിഡിൽ എൻട്രൻസ്.
ഞാൻ ആലോചിക്കണതല്ല, ഇന്നത്തെ കാലത്ത് എന്തോരം ടെക്നോളജി വേണം ഒരു ഹൈ റൈസ്ഡ് ബിൽഡിങ് കാര്യങ്ങൾ പണിയാനായിട്ട്. സോ ഇത് അന്നത്തെ കാലത്ത് ഇത് ഇങ്ങനെ പണിത് വെക്കണമെങ്കിൽ ഇവരെ സമ്മതിക്കണ്ടേ? ഒന്ന് ആലോചിക്കണേ, ക്രെയിനില്ല, ഇത്രയും ടെക്നോളജീസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇത് പണിത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണേ, ഹൈറ്റ് നോക്കി. കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആർക്കിടെക്ചറിന്റെ ഒരു സ്ട്രക്ചറിന്റെ നമ്മളൊരു അന്നത്തെ കാലത്തെ ടെക്നോളജിനെ പറ്റി ചിന്തിക്കുമ്പോഴേ അടിപൊളിയാണ് എന്തായാലും. ഇവിടെ ഇങ്ങനെ കുറെ വാൾസും കാര്യങ്ങളൊക്കെ ഷോ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു എൻട്രൻസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡാണ്. നമ്മൾ വിചാരിക്കണല്ല, അത്യാവശ്യം ആൾക്കാരുണ്ട്, നല്ല ക്രൗഡാണ്. എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഞാനിത് പറയണത് കേൾക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. പണ്ടത്തെ തിയോഡലൈറ്റും കാര്യങ്ങളാട്ടോ, കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യണ തിയോഡലൈറ്റ് ആണ്. തിയോഡലൈറ്റ് ടോട്ടലൈസേഷൻ അങ്ങനെ കുറെ എക്യുപ്മെന്റ്സ് വന്നിട്ട് തിയോഡലൈറ്റ് ആട്ടോ. ലെവൽസും കാര്യങ്ങളൊക്കെ ചെക്ക്ഔട്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ആണ്. ഇവിടെ ഇങ്ങനെ കുറെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടെ ഫ്രെയിം പെയിന്റിങ്സ് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെയും അങ്ങനെ കുറെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒക്കെ പെയിന്റിങ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറെ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്ര ഉള്ളു കുറെ അങ്ങനെ കുറെ ഇവിടെ ഇങ്ങനെ കുറെ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീഡം ഫൈറ്റേഴ്സിന്, അത്ര ഉള്ളു ഇവിടെ, വേറെ അങ്ങനെ ഇല്ല. സോ അവിടത്തെ പരിപാടി അവിടെ കുറച്ച് ഇങ്ങനെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ അവിടെ. പിന്നെ ഇവിടെയാണ് മെയിൻ പരിപാടി, ഇതാണ് ഇതിന്റെ മെയിൻ ഫോക്കസ്. ഇതാണ് വിക്ടോറിയ. സോ ഉള്ളിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങണം, ഇവിടുത്തെ കഴിഞ്ഞു കാര്യങ്ങൾ. ഇതാണ് ഇവിടുത്തെ എക്സിറ്റ് വ്യൂ. ഇവിടെ നിന്ന് ഇറങ്ങണ സ്ട്രക്ചറിന്റെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ നമുക്കിത് ഒട്ടും വീഡിയോയിൽ എന്തോ നമുക്കിത് മനസ്സിലാവണമെന്ന് അറിയില്ല. അതേപോലെ ഇവരിത് ബിൽഡ് ചെയ്ത് വെച്ചേക്കണത്. ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ഹോട്ടാട്ടോ, നല്ല ചൂടുണ്ട്.
വെള്ളം കുടിക്കട്ടെ കുറച്ച്. ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഓക്കെ ഗൈസ്, ഇതാണ് ബാക്ക് സൈഡ് വ്യൂ ഇതാണ്. സോ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. വേറെ പരിപാടി ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒന്ന് ട്രാവൽ വ്ലോഗ് പോലെ കുറെ ട്രാവൽ വ്ലോഗ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. സോ ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. അവിടെ ഇവരുടെ കൺസ്ട്രക്ഷൻ ആയിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതേപോലെയാണ് ഒരു ചെയ്തു വെച്ചേക്കണം. നോക്കി, എന്ത് രസമായിട്ട് അവരത് കൺസ്ട്രക്ട് വെച്ചേക്കണം. കൊൽക്കത്തയിൽ ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്സും എല്ലാ ഇതേപോലത്തെ ആർക്കിടെക്ചർ പരമായിട്ടുള്ള എല്ലാ ബിൽഡിങ്സും കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിയാണ്. ഇവിടെ കാണാൻ പറ്റും. കൊൽക്കത്തയില് ഈ ആർക്കിടെക്ചർ പരമായിട്ടുള്ള എല്ലാ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണ്. നമുക്കത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരതേപോലെയാണ് എല്ലാം ബിൽഡ് വെച്ചേക്കണം. ഇവിടെ വേറൊരു ബിൽഡിംഗ് ഉണ്ട്, സെന്റ് പോൾസ് ചർച്ച് ഉണ്ട്. അത് ഇതേപോലെ തന്നെയാണ്. സെന്റ് പോൾസ് ചർച്ചിലെ പിന്നെ ഞാൻ പോകണില്ല. സെന്റ് പോൾസ് ചർച്ച് ഇതേപോലെ തന്നെയാണ്. ഭയങ്കര അടിപൊളിയായിട്ട് അവര് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ട്രൈപോഡ് പുറത്തിരിക്കണം. അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് അവിടെ കളക്ട് വെച്ചേക്കാം. എനിക്ക് അതെന്തായാലും എടുക്കണം. വേറെ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ. നമുക്ക് വേറെ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാം, അതും കൂടി ഡോക്യുമെന്റ് ചെയ്യാം. പക്ഷെ ട്രാവൽ വ്ലോഗേഴ്സിനൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇത് പ്രൊഫഷനൊക്കെ എടുക്കുമ്പോണ്ടല്ലോ, അവർക്ക് ഡെയിലി ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചൂടത്ത് ഇവര് കിടന്ന് കറങ്ങണ്ടേ, ആലോചിക്കുമ്പോണ്ടല്ലോ. സമ്മതിച്ചേ എന്റെ ദൈവമേ, ഭയങ്കര ഹാർഡായിട്ട് ഡെയിലി ഒക്കെ ഇത് ബ്ലോഗ് ചെയ്യാൻ സമ്മതിക്കണം. പിന്നെ നമ്മുടെ എനർജി സംസാരിക്കാൻ നമ്മുടെ എനർജി ഓൾമോസ്റ്റ് പോകും. പിന്നെ ഈ ചൂട് എന്ത് ചൂടാണെന്നറിയോ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ വ്ലോഗ് ഒട്ടും പോസിബിൾ അല്ലെന്ന് എനിക്ക് തോന്നണേ. അതിനാണ് ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് അതിന്റെ ഉള്ളിലാണെങ്കിൽ. ഇത് കഴിഞ്ഞ് നമുക്ക് പാർക്കിലേക്ക് പോവാം. സോ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ അടുത്ത നമുക്ക് ഒരു ഗാർഡൻ പോലെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഞാൻ കുറച്ചേരം ഒന്ന് കറങ്ങിയിട്ട് പോകാന്നുള്ള പരിപാടിയിലാണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ടേ